നമസ്കാരം. നമുക്ക് എന്താണ് ഓക്സിജനുടെ ബിസിനസ് പ്ലാൻ എന്നത് പരിശോധിക്കാം. ഈ PDF നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് ക്ലാരിറ്റി വരും. നമ്മുടെ കമ്പനിയുടെ പേര് ഓക്സിജനോ ഇൻ്റർനാഷണൽ ബേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് 2035 ഫോർച്യൂൺ 500 കമ്പനീസിൽ 10ൽ ഒരു പൊസിഷൻ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ബൈ പ്രൊവൈഡിങ് വെൽനസ് ടു എവറി വൺ. വെൽനസ് എന്ന് പറയുന്ന സമയത്ത് പീസ്, ഹെൽത്ത്, വെൽത്ത് ഇതെല്ലാം കൂടുമ്പോഴാണ് വെൽനസ് എന്നൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2018 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ബാംഗ്ലൂർ യലഹങ്കയാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ്. സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്, ഹെഡഡ് ബൈ എക്സ്പേർട്സ്. അപ്പോൾ നമ്മൾ 7 വർഷം കംപ്ലീറ്റ് ആയിട്ട്, അത് 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷത്തെ ഓപ്പറേഷനിലാണ് പോകുന്നത്. സക്സസ്ഫുള്ളി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഏതൊരു കമ്പനി സക്സസ്ഫുള്ളി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് ഡെലിവറി പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ അതിൻ്റെ റെമ്യൂണറേഷനും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം. കമ്പനിയുടെ GST TDS ഒക്കെ പ്രോപ്പറായിരിക്കണം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് ചെയ്തുകൊണ്ടാണ്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കമ്പനിയുടെ വിഷനിൽ ഞാൻ പറഞ്ഞു 2035 ഫോർച്യൂൺ 500 കമ്പനീസിൽ എത്തുക എന്ന് പറയുന്നത് അത് വെറുതെ അല്ല. ക്രിയേറ്റിംഗ് ദി വേൾഡ്സ് ലാർജസ്റ്റ് കസ്റ്റമർ ബേസ്, പ്രൊവൈഡിങ് അബണ്ടൻസ്, ഹെൽത്ത് ആൻഡ് വെൽത്ത്, അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒട്ടനവധി പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ലീഗൽ ഓതൻറ്റിഫിക്കേഷൻ എല്ലാ സർട്ടിഫിക്കറ്റ്സും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഓരോന്നും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പരിശോധിക്കാം. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ ഓക്സി പ്രോജക്റ്റിൽ 9 പ്രോജക്റ്റാണ് ടൈം ബീങ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നൊരു സെഗ്മെൻറ്റ്, രണ്ടാമത് സ്മാർട്ട് ടീ ഷോപ്പ്, ദെൻ ഓക്സി ചാനൽ പാർട്ട്ണർ, അതുപോലെ തന്നെ ഓക്സി ഡയറക്റ്റ് സെല്ലിംഗ്, മൈട്രി മൈ ബ്രീത്ത്, ഓക്സി സിറ്റി, ഓക്സി പേ, ഓക്സി പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം ആൻഡ് ഓക്സി സർവീസസ്. ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന 9 പ്രോജക്റ്റ് ടൈം ബി. ദെൻ കൂടുതൽ പ്രോജക്റ്റുകൾ ഓൺ ദ വേ ആണ്, നമ്മൾ പ്രിപ്പയറിങ്ങിലാണ്. നമ്മളിപ്പോൾ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന സെഗ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റ് വരുന്നത് ഇപ്പോൾ തൗസൻഡ്സ് ഓഫ് ആൻഡ് ലാക്സ് ഓഫ് പ്രോഡക്ട്സ് ഇന്ന് നമ്മുടെ വെൽനസ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ റെയറായിട്ടുള്ള പ്രോഡക്ട്സുകൾ മാത്രമേ അതിൽ അവൈലബിൾ ഉള്ളൂ. കാരണം ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ള വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഫാസ്റ്റായിട്ട് ക്യൂറിങ് കിട്ടും, കെമിക്കൽ ബോണ്ടഡ് ആണ്. കെമിക്കൽ ബോണ്ടഡ് ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റും ധാരാളമുണ്ട്. ഇവിടെ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇത് നാച്ചുറൽ ബോണ്ടിങ് ആണ്. നാച്ചുറൽ ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും അതിന് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇത് FSMB സർട്ടിഫൈഡ് ആണ്, ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ് ആയിട്ടുള്ള. അപ്പോൾ ശരിക്കും നമ്മുടെ ഫാർമസ്യൂട്ടിക്കലിൻ്റെ പെനിട്രേറ്റിംഗ് പവറും ന്യൂട്രീഷണൽ ബെനിഫിറ്റും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിന് പകരമുള്ള ഫുഡ് സപ്ലിമെൻ്റാണ് നമ്മുടെ പ്രോഡക്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഡോക്ടർ സജീവ് കുമാർ എന്ന് പറയുന്ന എത്നോ മെഡിസിൻ ശാസ്ത്രശാഖയിലെ PhD എടുത്തിരിക്കുന്ന ഡോക്ടർ സജീവ് കുമാർ, അദ്ദേഹത്തിൻ്റെ അന്നം ഔഷധം എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ വന്നിട്ട് ഡോക്ടർ സുരേഷ് കുമാർ, AV സുരേഷ് കുമാർ. അദ്ദേഹം റിട്ടയേർഡ് DMO ആണ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറാണ് ആയുർവേദത്തിൻ്റെ. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റും ഒരു ഡോക്ടറും ഒരു റിട്ടയേർഡ് DMO നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്ട്സുകളെല്ലാം വളരെ ഓതൻറ്റിക്കായിട്ട്, അതായത് എന്ത് പർപ്പസിനാണോ ആളുകൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ആ പർപ്പസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഡാറ്റ അനലൈസിങ് ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റിക്കിനാണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഡയബറ്റിക് പേഷ്യൻ്റ് അത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പേ അവർ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അങ്ങനെ ഓരോ 10-15 ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും അവർക്ക് എന്ത് ചെയ്യാം, ഈ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്കത് അനലൈസ് ചെയ്തുകൊണ്ട് പോകാം. ശരിക്കും ഒരു 90 ഡേയ്സൊക്കെ കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള 17 പ്രോഡക്ട്സ് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. അതിൽ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിലൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. പ്രോഡക്ട്സിൻ്റെ തന്നെ വേറെ ബ്രോഷറുണ്ട്, അത് അയച്ചുതരാം. അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രൂവൺ റിസൾട്ട്സ്, തൗസൻഡ്സ് ഓഫ് പ്രൂവൺ റിസൾട്ട്സാണ് നമുക്ക് ഓരോ പ്രോഡക്ട്സിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ആവശ്യമായുള്ള ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ഈ സ്മാർട്ടി ഷോപ്പ് എന്ന പ്രോജക്റ്റിൽ നമുക്കറിയാം ഇന്നിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമുക്കറിയാം ആമസോൺ, ഓയോ, സൊമാറ്റോ, ഊബർ, ഫ്ലിപ്കാർട്ട്, അലിബാബ പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ്, അതായത് ഇപ്പോൾ ഓയോ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഊബർ ഉപയോഗിക്കുന്നത് ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ പലതും സർട്ടൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിലവിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനും ചെയ്യുന്ന വർക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൂടാതെ ലോകത്തിൽ ആദ്യമായി ഒരു ആപ്ലിക്കേഷൻ പറയുകയാണ് അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം, നമ്മുടെ ചിലവുകളെ നമുക്ക് വരുമാനമാക്കി മാറ്റാം എന്നുള്ളൊരു ക്യാപ്ഷനുമായിട്ടാണ് സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് 10 ലക്ഷം കസ്റ്റമേഴ്സിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് 4 ലക്ഷത്തിൻ്റെ നിയർ ബൈ കസ്റ്റമർക്ക് ഇത് നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പെക്റ്റിംഗ് ടേൺ ഓവർ എന്ന് പറയുന്നത് 2030 1 ട്രില്യനും 2035 10 ട്രില്യനും 2040 വന്ന് 100 ട്രില്യനും ആണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഓക്സി കസ്റ്റമറായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്മാർട്ടി ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ റെഡീം വാലറ്റിലേക്ക് 10,000 രൂപ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് റെഡീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ വന്നിട്ട് 1,23,456 കസ്റ്റമർ, ഇതാണ് ആദ്യത്തെ ഇതിൽ നമ്മൾ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3,99,000 സംതിങ് ഇപ്പോൾ ആയിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി നോക്കുന്ന സമയത്ത് അത് വേരി ആയിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്ന കസ്റ്റമറിനെ സംബന്ധിച്ച് നമ്മുടെ ഒരുപാട് ഷോപ്പുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പുകൾ ടൈപ്പ് ചെയ്യുന്ന ചാനൽ പാർട്ട്ണർ സിസ്റ്റമാണ് അത് വരുന്നത്. ഈ ചാനൽ പാർട്ട്ണർ സിസ്റ്റം പിറകെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 30,000 രൂപ നമ്മുടെ റെഡീം വാലറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കസ്റ്റമറായിട്ട് വന്നവർക്ക് അവർക്ക് പ്രിവിലേജ് കസ്റ്റമറായിട്ട് വരാം. ഒരു ഓർഡിനറി നമ്മുടെ ആപ്ലിക്കേഷൻ മാത്രം ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കസ്റ്റമറായിട്ട് കയറി വരാം. അപ്പോൾ 10,000 രൂപ നമ്മുടെ റെഡീമിലേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് അകത്തുനിന്ന് ചെറിയൊരു പർച്ചേസിങ്, അതായത് ഒരു 10 RP എന്ന് പറയുമ്പോൾ ഒരു 1,000 മുതൽ മേലോട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 RP ക്രിയേറ്റ് ആവും. ആ 10 RP ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ റെഡീം വാലറ്റിൽ നേരത്തെ 10,000 ഉണ്ടായത് ഇത് 30,000ത്തിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രീമിയം കസ്റ്റമറായിട്ട് വരാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രീമിയം കസ്റ്റമറായിട്ട് വരുമ്പോൾ നമ്മളൊരു 100 RPയുടെ പർച്ചേസിങ് ചെയ്യണം. 100 RPയുടെ പർച്ചേസിങ് ചെയ്യുമ്പോൾ നമ്മുടെ റെഡീം വാലറ്റിലേക്ക് ഇതെവിടെ കണ്ടാവും 1 ലക്ഷം രൂപ നമ്മുടെ റെഡീമിലേക്ക് ഉണ്ടാവും. അപ്പോൾ 1 ലക്ഷം രൂപ റെഡീമിലേക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ എമൗണ്ട് അബ്സല്യൂട്ട്ലി അവർക്ക് സൗജന്യമായിട്ട് അവരുടെ വീട്ടാവശ്യത്തിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ നമ്മുടെ ചാനൽ പാർട്ട്ണറിൽ നിന്ന് നമുക്കത് റെഡീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 100 RPയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു 12, 13, 14, 15, 16 അതങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിനെ ഡിപ്പെൻഡഡ് ആണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 16,000-17,000 രൂപ വേണ്ട, ഒരു 15,000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു 11,000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ നമ്മൾ 100 RPയിലേക്ക് വരാം. 100 RPയിലേക്ക് വരുമ്പോൾ സഫീഷ്യൻ്റായിട്ടുള്ള പ്രോഡക്ട്സും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു 1 lakh rupees നമ്മുടെ റെഡീമിലേക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് നമുക്ക് പറയാം ചാനൽ പാർട്ട്ണർ സിസ്റ്റത്തിൽ വരുമ്പോൾ, ഇപ്പോൾ ഈ ചാനൽ പാർട്ട്നേഴ്സ് നമ്മൾ ഈ പ്രിവിലേജ് കസ്റ്റമർ, അതായത് നമ്മൾ ഒരു കസ്റ്റമറിൽ നിന്ന് പ്രീമിയം കസ്റ്റമറായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് നമുക്ക് ഇവിടെ പറയാം. ഓക്സി ഡയറക്റ്റ് സെല്ലിങ്ങിൽ കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവിടെ നമുക്ക് 13 തരത്തിലുള്ള ഇൻകം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻകം എന്ന് പറയുന്നത് ഒന്ന് സ്മാർട്ടി ഷോപ്പ് റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് നമുക്ക് റെഡീം വാലറ്റിൽ കിട്ടുന്ന ഒരു എമൗണ്ട് അട്രാക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് 19 ലെവൽ ഇൻകം നമുക്ക് കിട്ടുന്നത് ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകമാണ്. അതുപോലെ തന്നെ ഷോപ്പ് ടേൺ ഓവർ ബോണസ് കിട്ടുന്നുണ്ട്, ഷോപ്പ് ടൈപ്പ് ഇൻകം കിട്ടുന്നുണ്ട്. അത് പിറകെ വരുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം.
നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് വരുന്നത് ഫസ്റ്റ് പർച്ചേസിങ്. ഫസ്റ്റ് പർച്ചേസിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാൻ ബേസ്ഡ് ആണ്. ഒരു 10 RPക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പിലേക്ക് ആക്ടിവേഷനായി. 100 RPയിലേക്ക് പർച്ചേസ് ചെയ്തു, അപ്പോൾ പ്രീമിയത്തിലേക്ക് ആക്ടിവേഷനായി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 3 തരത്തിലുള്ള ഇൻകം വരുന്നത്. 1 പർച്ചേസ് ബോണസ്, 2 ടീം ബോണസ്, 3 ITB. ITB എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റിൻ്റെതാണ് വരുന്നത്. അതിനെല്ലാം ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. പർച്ചേസ് ബോണസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ MRP DP, അതായത് ഇപ്പോൾ ഒരാളെ റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. റെഫറലല്ല, അതായത് സ്പോൺസർഷിപ്പ് ബെനിഫിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ടീം ബോണസ് നമ്മുടെ ബൈനറി പെയർ മാച്ച് ചെയ്യുമ്പോൾ വരുന്നതാണ് ടീം ബോണസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് 6 തരത്തിലുള്ള ഇൻകം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് റീറ്റെയിൽ ബെനിഫിറ്റ്. അപ്പോൾ റീറ്റെയിൽ ബെനിഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് MRPയും DPയും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് ചില പ്രോഡക്ട്സിൽ അറൗണ്ട് ഒരു 40% വരെ റീറ്റെയിൽ ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് പേഴ്സണൽ പർച്ചേസ് ഇൻകം. പേഴ്സണൽ പർച്ചേസ് ഇൻകത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ എല്ലാം സർട്ടൺ പെർസെൻറ്റേജ് പേഴ്സണലായിട്ട് വരുന്നുണ്ട്, ടീം ഇൻകം കൂടാതെയാണ് വരുന്നത്. പിന്നെ വന്നിട്ട് 19 ലെയർ ഇൻകം. 19 ലെയർ ഇൻകം എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിലേക്ക് എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു 10 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ലെയറും, ആ 10 പേര് ഒരു 100 പേരെ സ്പോൺസർ ചെയ്താൽ രണ്ടാമത്തെ ലെയറും, ആ 100 പേര് ഒരു 10 പേര് വെച്ചിട്ട് 1000 പേരെ സ്പോൺസർ ചെയ്ത് മൂന്നാമത്തെ ലെയറും, അങ്ങനെ ടോട്ടൽ 19 ലെയറുള്ള ആളുകളുടെ സെയിൽ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് വരും. കംപ്രസ് എന്ന് വെച്ചാൽ ഒരു മാസം റീപർച്ചേസിങ്ങിൽ എലിജിബിൾ അല്ലാത്ത ആ ഐഡിയൊക്കെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ഒരു 10 പേര് ആക്ടിവേഷൻ അല്ല, അപ്പോൾ മൂന്നാമത്തെ ലെയർ 2ലേക്ക് കയറി വരും. അഞ്ചാമത്തെ ലെയർ ഇതില്ലെങ്കിൽ അത് ഇങ്ങനെ ഇത് ചെയ്തു. അഞ്ചാമത്തെ ഇല്ല, 6ാമത്തെ വന്നിട്ട് 5ാമത്തേൽ ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള മാക്സിമം വോളിയം നമ്മളിലേക്ക് കയറി വരും. പിന്നെ വന്നിട്ട് അവാർഡ് ആൻഡ് റിവാർഡ്സ് വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് ഇൻകം വരുന്നുണ്ട്, ഗ്ലോബൽ റോയൽറ്റി വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഒറ്റ വർക്കാണ് നമ്മൾ എടുക്കുന്നത്. ഈ 13 തരത്തിലുള്ള ഇൻകം ഒരു പ്രാവശ്യം ചെയ്യുന്ന വർക്കിന് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ആദ്യത്തെ ബൈനറി ഇൻകം സ്പോൺസർഷിപ്പ് ബെനിഫിറ്റ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ആ ഒരു വർക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ റീപർച്ചേസിങ് ചെയ്യാനായിട്ടോ നമ്മൾ ടൈപ്പ് ചെയ്ത ഷോപ്പിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ ഡെയിലി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഓട്ടോമാറ്റിക്കലി അവർക്ക് പ്രോഡക്റ്റ് തീരുന്ന സമയത്ത് അവർ പോയി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അത് അവർക്കും കൂടി ബെനിഫിറ്റ് കിട്ടുന്നതാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരുടെയും ഒരു പ്രഷർ ഇല്ലാതെ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യും. ഇതാണ് നമ്മൾ ചാനൽ പാർട്ട്ണർ സിസ്റ്റത്തിൽ കൂടി കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ്. ഇനിയിപ്പോൾ ഈ ഓക്സി ചാനൽ പാർട്ട്ണർ സിസ്റ്റത്തിൽ വരുന്ന ആ കടക്കാരുടെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കടക്കാരുടെ ബെനിഫിറ്റ് ഒന്ന്, അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടും. അത് വേൾഡ് വൈഡായിട്ട് കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ വെബിൽ കയറി കഴിഞ്ഞാൽ ഈ ഷോപ്പുകളെല്ലാം അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ഷോപ്പുകാർക്കും അവരുടെ സ്വന്തം വെബ്സൈറ്റ് അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. ഡെയിലി അപ്ഡേഷൻസ് അവർക്ക് പോപ്പപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അവരുടെ ലൊക്കേഷൻ എല്ലാം തന്നെ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതിനൊന്നും ₹1 പോലും പ്ലാറ്റ്ഫോം റെൻ്റായിട്ട് കമ്പനി ഈടാക്കുന്നില്ല. കൂടാതെ 600 വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മളിതിലുണ്ട്. അതിലെല്ലാം പ്രൊമോഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഷോപ്പുകൾ കയറി വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എല്ലാ മീറ്റിങ്ങിലും നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞ് വേൾഡ് വൈഡായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഷോപ്പിന് കിട്ടി. അതുകൂടാതെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പെർമനൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് പെർമനൻറ്റ് കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു, സാധനം കിട്ടി, നമ്മൾ സെറ്റിൽഡാണ്, കുഴപ്പമില്ല വന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പോയി നമ്മളൊരു ₹1000 സാധനം വാങ്ങിച്ചാൽ പോലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ 5% നമ്മൾ ടൈപ്പ് റേഷ്യോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ₹1000 സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ ₹50. ഈ ₹50 40% ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന അവരുടെ ഇതിലത്തേക്ക് വരും. ആ എമൗണ്ടാണ് നമ്മുടെ വാലറ്റിൽ നിന്ന് മൈനസ് ആവുന്നത്. ഇപ്പോൾ ഫ്രീ കസ്റ്റമർക്ക് ഒരു ₹10,000 റെഡീമിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ആ റെഡീമിൽ കൊടുത്ത് അതിൽ നിന്നാണ് ഈ ₹50 വരുമ്പോൾ അതിൻ്റെ 40% ആയിട്ടുള്ള ₹20 കട്ടായിട്ട് മാറുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ₹1000 സാധനം ഒരു 5% ടൈപ്പ് ചെയ്ത ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ₹50 അതിൽ വന്നു. ആ ₹50 40% നമ്മൾക്ക് ഡയറക്റ്റ് വരുന്നതാണ്. ബാക്കി അത് ടീമിലേക്കും കമ്പനിക്കും ഇങ്ങനെയൊക്കെ ആയിട്ടേ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത്. ആ ബാക്കിയുള്ള വരുമാനം നമ്മൾ ടീം ജനറേറ്റ് ചെയ്ത് ആ ടീമിൻ്റെ ലെയർ അനുസരിച്ചുള്ള വരുമാനം നമുക്ക് അവിടെയും വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് വരുമ്പോൾ നമ്മളുടെ ഒരു 100 സൂപ്പർ മാർക്കറ്റ് നമ്മളുടെ
ഈ ടൈപ്പ് ഇതിൽ വരുമ്പോൾ നമ്മൾ തന്നെ ഇവർക്ക് സാധനം പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഓൺലൈൻ സപ്പോർട്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള എല്ലാ ഓൺലൈൻ സപ്പോർട്ടും കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനൊന്നും പ്ലാറ്റ്ഫോം റെൻറ്റോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചാനൽ പാർട്ട്ണർ സിസ്റ്റത്തിൽ നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം, ഓരോ സെഗ്മെൻറ്റിൽ നിന്നായിട്ട് ഇപ്പോൾ ഏതാണ്ട് 100-100ലധികം സെഗ്മെൻറ്റിൽ വന്നിട്ട് 400ലധികം ഷോപ്പുകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്ന എല്ലാ സൂപ്പർ മാർക്കറ്റുകളെയും കാണാം. ഹോം അപ്ലയൻസ്, ഫ്രൂട്ട്സ്, ടെക്സ്റ്റൈൽസ്, റെസ്റ്റോറൻറ്റ്, ബേക്കറി, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുടെ കാറ്റഗറി കാണാം. ആ കാറ്റഗറി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നും പരിശോധിച്ച് പോവാം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ക്ലിക്ക് ചെയ്തു. അതിൽ നമുക്ക് നമ്മുടെ ജില്ലയിലുള്ള വേണമെങ്കിൽ അതെല്ലാം ജില്ല തിരിച്ച് പിൻകോഡ് തിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ഇവിടെ പർച്ചേസിൻ്റെ ഒരു ഇൻകത്തിൻ്റേതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി ഒരു 10,000 രൂപയുടെ പർച്ചേസ് ചെയ്തു. ഒരു 10% ആവറേജ് നമ്മൾ ഇപ്പോൾ ടൈപ്പ് വെച്ചിരിക്കുന്ന ഒരു കടയിലാണെങ്കിൽ 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 1000 രൂപ അവിടെ ബെനിഫിറ്റായിട്ട് വന്നു. ഈ 1000 രൂപയിൽ നിന്ന് അതിൻ്റെ 40% ആയിട്ടുള്ള 400 രൂപ ആർക്ക് പോവും? റെഡീം വാലറ്റിൽ നിന്ന് മൈനസായിട്ട് ആ പർച്ചേസ് ചെയ്ത പാർട്ടിക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് 19 കംപ്രസർ ലെയറിൽ 10 രൂപ, അതായത് 1% വെച്ചിട്ട് 19 കംപ്രസർ ലെയറിലേക്ക് പോയി. അപ്പോൾ 190 രൂപ അങ്ങോട്ട് പോയി. പിന്നെ അതുകൂടാതെ ഈ ഷോപ്പ് ടൈപ്പ് ചെയ്തവർക്ക് ഒരു 5% വരുന്നുണ്ട്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ ഇതിന് 10 രൂപ വെച്ചിട്ട് 50 രൂപ അവിടെ പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ടേൺ ഓവർ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ റൈഡർ റാങ്കിലേക്ക് വന്നിട്ട് 2%, ഡ്രീമർ റാമ്പിലേക്ക് 2%, ആൻഡ് സ്പാർട്ടനിലേക്ക് 1%, ക്യാപ്റ്റനിലേക്ക് 1%. അങ്ങനെ വന്നിട്ട് കറക്റ്റ് നമുക്കിവിടെ ഈ 1000 രൂപ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇത് വളരെ ഫാസ്റ്റായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 പേരിൽ നിന്നൊരു 100 രൂപ വെച്ചിട്ട് നമുക്കൊരു മാസം കിട്ടുകയാണെങ്കിൽ 1000 രൂപ. അതേസമയത്ത് 100 പേര് ഡെവലപ്പായി വരും. ആ 100 പേരിൽ നിന്ന് 100 രൂപ വെച്ച് നമുക്ക് കിട്ടുമ്പോൾ 1000 രൂപ 10,000 രൂപ. അതുപോലെ തന്നെ 1000 പേരിൽ നിന്ന് 100 വെച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് 1,00,000 രൂപയായി. ഇതാണ് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് റീപർച്ചേസിങ് എന്നുള്ള നമുക്ക് ലിവറേജ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ പരിസരത്ത് എത്ര ആളുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്ലബ് ചെയ്യാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് 1 രൂപ പോലും വാങ്ങിക്കാതെ ഈ അവസരം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഷോപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തുള്ള മാക്സിമം കസ്റ്റമേഴ്സിനെ നമുക്കവിടെ ക്ലബ് ചെയ്തിട്ട് ഈ കടകളിലേക്ക് നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കടകളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊടുക്കുമ്പോഴാണ് കടക്കാരൻ ഹാപ്പി ആവുന്നത്. അതുപോലെ നമ്മൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോഴാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ റീപർച്ചേസിങ്ങിൻ്റെ തന്നെ കടയിൽ നിന്നുള്ള റീപർച്ചേസിങ്ങിൻ്റെ ടീം ബോണസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ 19% ടീം ബോണസിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ വന്നിട്ട് നമുക്ക് 10% വന്നു. അതായത് ഇപ്പോൾ 10 പേര് വന്നു, 100 രൂപ വെച്ചിട്ട് നമുക്ക് 1000 രൂപ വന്നു. നെക്സ്റ്റ് വരുന്നതൊക്കെ നമുക്ക് നോക്കാം. സെക്കൻഡ് ലെവലിൽ വന്നിട്ട് 0.5 വെച്ചിട്ടാണ് വരുന്നത്. അത് 18 ലെയറിലേക്ക് വരും. ഇപ്പോൾ 18 ലെയറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ 0.5 വെച്ചിട്ട് ഇപ്പോൾ ഒരു 100 കസ്റ്റമർ ഉണ്ടെങ്കിൽ 5 രൂപ വെച്ചിട്ടാകുമ്പോൾ 500 രൂപ കിട്ടി. 1000 കസ്റ്റമർ ഉണ്ടെങ്കിൽ 5000 രൂപ കിട്ടി. 10,000 കസ്റ്റമർ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മളെ കസ്റ്റമർ കൂടുന്നതനുസരിച്ചിട്ട് ഈ എമൗണ്ട് നമുക്ക് കൂടി പോകും. കാരണം ഈ കസ്റ്റമർ കൂടുന്നല്ലാതെ ഒരിക്കലും കുറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന കസ്റ്റമർ നെവർ എവർ ദേ വോണ്ട് ടു കിറ്റ് ഇറ്റ്. അവർ കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മാസം, രണ്ടാമത്തെ മാസം നോക്കേണ്ട 1, 2, 3, 4, 5 വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഹ്യൂജ് കസ്റ്റമർ ബാക്കപ്പ് നമുക്ക് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഷോപ്പ് ടേൺ ഓവർ ബെനിഫിറ്റ്. ഈ ഷോപ്പ് ടേൺ ഓവർ ബെനിഫിറ്റ് റാങ്ക് വൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സി, സ്റ്റാർ, റേസർ, റൈഡർ, റേഞ്ചർ, ഡ്രീമർ, ഫൈറ്റർ, സ്പാർട്ടൺ, അങ്ങനെ ഗ്ലാഡിയേറ്റർ 16 റാങ്ക് വരുന്നുണ്ട്. ഓക്സി എംബർ എന്നുള്ള റാങ്ക് വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേൺ ഓവർ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഓക്സി റൈഡർ റാങ്കിലേക്ക് എത്തണം. ആ റൈഡർ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ മാറ്റി വെക്കുന്ന എമൗണ്ട് വരുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ വന്നിട്ട് 5 ഇതായിട്ടാണ് നമ്മളിത് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ്, പ്രീമിയം, മില്യൺ, ബില്യൺ ആൻഡ് ട്രില്യൺ. ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിൽ നോക്കാം. സ്റ്റാർട്ടപ്പിലേക്ക് നമ്മൾ വന്നു. നമുക്ക് ട്രൈനോഡായിട്ട് ഇത് ചെയ്യാം. സ്റ്റാർട്ടപ്പ് U1, U2, U3 ഇങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത് വിചാരിച്ചാൽ. അപ്പോൾ ഒരു ഐഡിയിൽ തന്നെ നമുക്ക് ഒരു ഐ ഡി എടുക്കാം, 3 ഐ ഡി എടുക്കാം. ഈ 3 ഐ ഡി നമ്മൾ ഒരേ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഇതിൽ എന്താ പറയുക, 3 ഐ ഡി ഒറ്റ പ്ലേസ്മെൻറ്റിൽ 3 ഐ ഡി കയറി വരും. ഓട്ടോമാറ്റിക്കലി അത് കയറി വരും. ട്രൈനോഡ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്തില്ല, നമുക്ക് വീണ്ടും ആ ഒരു ഐ ഡി അടിക്കേണ്ടതോ അതിൻ്റെ KYC അപ്ഡേറ്റ് ചെയ്തേണ്ട കാര്യമൊന്നുമില്ല. 3 ഐ ഡി മാത്രമേ ഒരു പാൻ കാർഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇതിൽ നമുക്ക് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിൽ ഇത് ചെയ്യാൻ ഡുവൽ ക്ലബ്ബായിട്ട് ചെയ്യാം.
ഡുവൽ ക്ലബ്ബിൽ സ്റ്റാർട്ടപ്പും പ്രീമിയം ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻകം എന്ന് നമുക്ക് നോക്കാം. ആക്ടിവേഷൻ പ്രോഡക്റ്റ് പർച്ചേസ് ഒരു 10 RPയുടെ അറൗണ്ട് ഒരു 1000 rupees മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസ് വിൽ ബി വേരി. ഇപ്പോൾ ഒരു 10 RPയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാർട്ടപ്പ് ബോണസായിട്ട് നമുക്കൊരു 50 രൂപ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് നോക്കി സെക്കൻഡ് പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 1:2 or 2:1 എന്ന് പറയുന്ന ബൈനറി സിസ്റ്റത്തിൽ ഒരു ടൈല് വരുമ്പോൾ ആദ്യത്തെ ഒരു പെയർ നമുക്ക് മാച്ചാവും. അപ്പോൾ ആദ്യത്തെ പെയർ മാച്ച് ചെയ്തു. ഇതിൽ വന്നിട്ട് നമുക്ക് മാക്സിമം വരുന്നത് 25 പെയർ മാച്ചിങ്ങാണ് സ്റ്റാർട്ടപ്പിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ബോണസായിട്ട് ഒരാളെ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ 50 രൂപ കിട്ടും. പെയർ മാച്ചിങ് 200 രൂപയാണ്. വൺ ഡേ പെയർ 25 പെയർ മാക്സിമം. അതിൽ നമുക്ക് എന്ത് കിട്ടും? 5000 രൂപ വരെ നമുക്ക് സ്റ്റാർട്ടപ്പിൽ കിട്ടും. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ പ്ലാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രഷർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. ഈ ട്രഷർ പ്ലാൻ ഡിസൈൻ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഒരു സർട്ടൻ ലെവൽ കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് ഇൻകം മെയിൻറ്റെയിൻ ചെയ്യാനും അവരുദ്ദേശിക്കുന്ന ഡ്രീം ലൈഫിലേക്ക് പോകാനും സാധിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു 95% ആളുകളും എന്താണ്, വിക്ടിംസാണ്. അവർക്ക് ഒന്നും കിട്ടാതെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിട്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അവർ മുഖം ചൊളിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. ആ സിറ്റുവേഷനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും ഇതിൻ്റെ അകത്തേക്ക് കയറി വരത്തക്ക രീതിയിൽ സ്റ്റാർട്ടപ്പ് പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തു. സ്റ്റാർട്ടപ്പ് പ്ലാനിൽ വന്നിട്ട് കേവലം ഒരു 10 RPയുടെ 1000 rupeesൻ്റെ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്ലാനിൽ കാണുന്ന മാതിരി നോക്കുക. ഒന്നാമത്തെ പെയർ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, രണ്ടാമത്തെ പെയർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, മൂന്നാമത്തെ പെയർ ഈ പ്രീമിയം ക്ലബ്ബിലേക്ക് ജമ്പ് ചെയ്തിട്ട് അവിടെ സേഫ് ആക്കിയിട്ട് മാറ്റി വെക്കും. നാലാമത്തത് റിലീസ് ചെയ്യും, അഞ്ചാമത്തെ റിലീസ് ചെയ്യും, ആറാമത്തത് പ്രീമിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ തേർഡ് കോൺസിക്യൂട്ടീവ് പെയറും പ്രീമിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രീമിയം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 RPയുടെ പ്രീമിയം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഈ താഴത്തെ പ്ലാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും 500 രൂപ പ്രീമിയത്തിലേക്ക് കിട്ടും. അപ്പോൾ പ്രീമിയത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പ്രീമിയത്തിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ഇതിൽ നോക്കാം. പെയർ മാച്ചിങ് വന്നിട്ട് 2000 രൂപയാണ്. ഒരു ദിവസം 10 പെയറാണ്. മാക്സിമം സീലിംഗ് 20000 രൂപ വരെ നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ പ്രീമിയത്തിൽ നിന്നും മൂന്നാമത്തെ പെയറും ആറാമത്തെ പെയർ 9ാമത്തെ പെയറെല്ലാം മില്യണിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രഷർ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രീമിയത്തിൽ നമ്മൾ വരുന്ന സമയത്ത് ബോണസായിട്ട് 500 രൂപ കിട്ടും, പെയർ മാച്ചിങ്ങിന് 2000 രൂപ കിട്ടും. ഒരു ദിവസം 20000 രൂപയാണ് പ്രീമിയത്തിൽ സീലിംഗ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് മില്യൺ ക്ലബ്ബാണ്. മില്യൺ ക്ലബ്ബ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 5000 രൂപ ബോണസായിട്ട് കിട്ടും. പെയർ മാച്ചിങ്ങിന് വന്നിട്ട് നമുക്ക് 20000 രൂപയാണ്. 10 പെയറാണ് ഒരു ദിവസം സീലിംഗ്. അവിടെ വന്നിട്ട് 2 ലക്ഷം രൂപയാണ് നമുക്ക് സീലിംഗ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ബില്യൺ ക്ലബ്ബാണ് വരുന്നത്. ബില്യൺ ക്ലബ്ബ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 50000 രൂപ ബോണസായിട്ട് കിട്ടും. അത് പെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് 2 ലക്ഷം രൂപയാണ് ഒരു പെയറിന് വരുന്നത്. ഒരു ദിവസം മാക്സിമം വന്നിട്ട് 10 പെയർ. അപ്പോൾ അവിടെ ഒരു ദിവസം നമുക്ക് സീലിംഗ് വന്നിട്ട് 20 lakh rupees വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രില്യൺ ക്ലബ്ബ്. ട്രില്യൺ ക്ലബ്ബ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 5 ലക്ഷം രൂപ നമുക്ക് ഡെവലപ്മെൻറ്റ് ബോണസായിട്ട് കിട്ടും. ഇതിൻ്റെ പെയർ മാച്ചിങ് വന്നിട്ട് 20 ലക്ഷം രൂപയാണ് ഒരു പെയറിന് വരുന്നത്. 5 പെയർ മതി. 5 പെയർ മാച്ച് ചെയ്തതിന് സീലിംഗ് വന്നു. സീലിംഗ് ലിമിറ്റ് 1 CR ആണ് സീലിംഗ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 ക്ലബ്ബുകൾ സാധാരണക്കാരന് കയറി വന്നിട്ട്, ഈ സാധാരണക്കാരെന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ കയറി വന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രീമിയത്തിലേക്കും മില്യണറിലേക്കും ബില്യണറിലേക്കും ഒക്കെ ജമ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ബിസിനസ് പ്ലാൻ അട്രാക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല അവരെപ്പോഴാണോ ആ മറ്റേ ഇതിലത്തേക്ക് വരുന്നത് ആ സമയത്ത് അവർക്ക് കിട്ടും. എല്ലാം അക്യുമുലേറ്റഡ് ആണ് PV. ഇതിനൊന്നും ഒരു സമയപരിധിയോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ നമുക്ക് 3 ഐഡിയകൾ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ്, പ്രീമിയം, മില്യൺ, ബില്യൺ ഇതിലേക്ക് വന്നിട്ട് സീലിംഗ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ നമുക്ക് 5000 വന്നു, പ്രീമിയത്തിൽ 20000 രൂപ വന്നു, മില്യണിലേക്ക് വന്നിട്ട് 2 ലക്ഷം വന്നു, ബില്യണിലേക്ക് 20 ലക്ഷം രൂപ വന്നു, ട്രില്യണിലേക്ക് വന്നിട്ട് 1 കോടി രൂപയാണ് സീലിംഗ്. അപ്പോൾ ശരിക്കും ഒരു ട്രൈ നോഡ് എടുക്കുന്ന സിംഗിൾ നോഡിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 1,22,25,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാം. സെയിം തിങ്
ട്രെയിനോട് എടുത്തിട്ട് വരികയാണെങ്കിൽ 3,66,75,000 രൂപ ഒരു ദിവസം സീലിംഗ് എടുക്കാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള പ്ലാനാണ് നമ്മുടെ ഓക്സിയുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ITB നോക്കാം. ITB എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്. ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് ഇപ്പോൾ നമ്മുടെ റാങ്ക് ഞാൻ പറഞ്ഞു, ഓക്സി സ്റ്റാർ, റേസർ, റൈഡർ, റേഞ്ചർ, ഡ്രീമർ, ഫൈറ്റർ, സ്പാർട്ടൻ, ഗ്ലാഡിയേറ്റർ, ക്യാപ്റ്റൻ, ചാമ്പ്യൻ, ടൈറ്റൻ, അംബാസഡറിൽ, ലെജൻഡ്, കിങ് മേക്കർ ആൻഡ് എംബറർ. ഇങ്ങനെ 16 റാങ്കാണ് നമുക്ക് വരുന്നത്. ഓരോ റാങ്കിലും നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റാങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് ടീം ബോണസ് 5,000 കിട്ടും. രണ്ടാമത്തേൽ 10,000, 20,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 20, 50 ലക്ഷം, 1 കോടി, 2 കോടി, 10 കോടി, 20 കോടി, 100 കോടി, 200 കോടി. ഇതാണ് നമ്മുടെ ബൈനറി ഇൻകം, അതായത് ടീം ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടീം ഇൻകത്തിൻ്റെ നേരെ പകുതി നമുക്ക് എന്ത് കിട്ടും? ITB ആയിട്ട് കിട്ടും, ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റായിട്ട് കിട്ടും. അത് ഒറ്റ ഇതായിട്ടല്ല കിട്ടുന്നത്. ഓരോ മാസത്തെ കമ്പനിയുടെ പെർഫോമൻസിൻ്റെ ബേസ് അനുസരിച്ചിട്ട് അതിൽ വരുന്ന ഒരു PVക്ക് 5 രൂപ വെച്ച് മാറ്റിയേക്കും. എന്നിട്ട് എല്ലാ ക്ലബിലേക്കും അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ ക്ലബിലേക്കും എത്രയാണോ വരുന്നത് അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടും. അപ്പോൾ എത്ര കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ഡ്രീമർ പൊസിഷനിലേക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം കിട്ടാവുന്നത് 50,000 രൂപയാണ്. ITB കിട്ടാവുന്ന 50,000 രൂപ. അതിലപ്പുറം അവർക്ക് കിട്ടില്ല. അതിനപ്പുറം അവർക്ക് ITB കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റാങ്കിലേക്ക് അവർ അപ്ലിഫ്റ്റ് ചെയ്യണം. ഇനി നമ്മുടെ കമ്പനിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ബൈനറി സിസ്റ്റത്തിൽ 2 സൈഡും മാച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദ്യത്തേൽ പറഞ്ഞ 25 പേരാണ് മാച്ചിങ്. ഒരു സൈഡിൽ 100 സെയിൽ വന്നു, മറു സൈഡിൽ 100 സെയിൽ വന്നു. നമുക്ക് 25 പേരിൻ്റെതേ കിട്ടുള്ളൂ, ബാക്കി 1 സൈഡിലുള്ളത് വാഷ് ഔട്ടായിട്ട് പോകും. മറ്റേ നമ്മുടെ പ്രീമിയത്തിലും അത് തന്നെയാണ്. പ്രീമിയത്തിൽ നമുക്ക് 10 പേരാണ് വേണ്ടത്. അത് 25 പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 പേരിൻ്റെതേ കിട്ടുള്ളൂ. പക്ഷേ മറ്റൊരു പ്ലാനിലും കിട്ടാത്ത ഒരു പ്രത്യേകതയും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വാഷ് ഔട്ടായി പോകുന്നത് പോലും നമുക്ക് എന്ത് ചെയ്യുന്നു? ITBയിലേക്ക് കൗണ്ട് ചെയ്യും. ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റിലേക്ക് ഒരു 100 PV ആണെങ്കിൽ 100 × 5 500 രൂപ ITBയിലേക്ക് മാറ്റി വെക്കും. അതെല്ലാം തന്നെ നമുക്ക് ഇതിലത്തേക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരിക്കലും വാഷ് ഔട്ട് വന്നു കഴിഞ്ഞാലും സാധാരണ അത് കമ്പനിയുടെ റിസർവ് ഫണ്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് നമ്മുടെ ITBയിലേക്കാണ് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ITB പെട്ടെന്ന് നമുക്ക് കമ്പനിയുടെ ടേൺ ഓവർ കൂടുന്നതനുസരിച്ച് ITB ഭയങ്കരമായിട്ട് കയറി വരും. നെക്സ്റ്റ് ഇവിടെ നമുക്ക് റീപർച്ചേസിങ് പ്ലാൻ. അപ്പോൾ റീപർച്ചേസിങ് പ്ലാനിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് റീറ്റെയിൽ ബെനിഫിറ്റ്, 19 കംപ്രസർ ലെയർ ഇൻകം, മൂന്നാമത്തെ ഗ്ലോബൽ റോയൽറ്റി, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, പേഴ്സണൽ പർച്ചേസ് ഇൻകം ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻകം. ഇങ്ങനെ ടോട്ടൽ വന്നിട്ട് 6 തരത്തിലുള്ള വരുമാനമാണ് നമുക്കിവിടെ റീപർച്ചേസ് ഇൻകത്തിൽ കിട്ടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് അവാർഡ് ആൻഡ് റിവാർഡ്സിൽ വന്നിട്ട് ഗോൾഡ് കോയിൻ ഒരു 2,000 രൂപ എല്ലാത്തിനും വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. 2,000 രൂപ വിലയുള്ള ഗോൾഡ് കോയിൻ. ദെൻ ഗോവ ട്രിപ്പിന് 5,000 റുപ്പീസാണ്, തായ്ലൻഡിന് 25,000 റുപ്പീസാണ്, ദുബായിൽ വന്നിട്ട് 1 ലാഖാണ്. അങ്ങനെ ഓരോന്നിനും കൃത്യമായിട്ട് എമൗണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വന്ന് സ്പോർട്സ് ബൈക്ക്, സെഡാൻ കാറ്, SUV കാറ്, ലക്ഷറി ഫ്ലാറ്റ്, ലക്ഷറി വില്ല ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഈ ലക്ഷറി ഫ്ലാറ്റിന് വന്നിട്ട് 1 CR ആണ്, ലക്ഷറി വില്ലയ്ക്ക് വന്നിട്ട് 5 CR ആണ്, ഡയമണ്ട് വന്നിട്ട് 10 CR ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനറേഷൻ്റെ റിവാർഡ് മാത്രം മതി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യം സമ്പാദ്യം എന്ന് പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി. നമുക്ക് കിട്ടുന്ന മറ്റെല്ലാ വരുമാനം നമ്മൾ അടിച്ചു പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാലും ഈ റിവാർഡ് എമൗണ്ട് മാത്രം മതിയാവും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു നീക്കിയിരിപ്പ് എന്ന് പറയുക. കാരണം ഇതിലെല്ലാം വരുന്നുണ്ട്. ഒന്ന് കിട്ടിയതുകൊണ്ട് മറ്റത് കിട്ടാതിരിക്കില്ല. ഇപ്പോൾ സ്പോർട്സ് ബൈക്ക് കിട്ടിയതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് സെഡാൻ കാറ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ആ വാഹനത്തിൻ്റെ സെഗ്മെൻറ്റ് 2 എണ്ണമായി. SUV കാറ്. അപ്പോൾ ശരിക്കും പറയുമ്പോൾ 3 വാഹനം നമ്മുടെ കയ്യിലായി. ആ സമയത്ത് ഒരു ലക്ഷറി വില്ല, 1 CRൻ്റെ ലക്ഷറി വില്ല ഫ്ലാറ്റ് നമ്മുടെ കയ്യിലായി, ഒരു ലക്ഷറി വില്ല നമ്മുടെ കയ്യിലായി. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു 10 CRൻ്റെ ഡയമണ്ട് ഈക്വൽ ടു മണി അത് നമ്മുടെ കയ്യിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈനറിയിൽ കിട്ടുന്ന ഇൻകം അടിച്ച് പൊളിച്ച് കളഞ്ഞാൽ പോലും ഇവിടെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ സേഫായിട്ടുള്ള ഇൻകം നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ട്രൈ നോഡ്. നമുക്കറിയാം ഇപ്പോൾ ബൈനറി സിസ്റ്റത്തിൽ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും 2 പേരെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതേ സമയത്ത് നമുക്ക് ട്രൈ നോഡ് എടുത്തു കഴിഞ്ഞാൽ 4 നോഡുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഈ 2 നോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു 30,000 റുപ്പീസ് ഇൻകം കിട്ടുന്ന, ഇപ്പോൾ ടീം ബോണസായിട്ട് ഒരു 20,000 രൂപ കിട്ടി, റൈഡർ ITB വന്നിട്ട് ഒരു 10,000 രൂപ ഇതിൽ കിട്ടുമ്പോൾ ടോട്ടൽ ഒരു 30,000 രൂപ നമുക്ക് ഇവിടെ ഒരു നോഡിൽ കിട്ടുകയാണെങ്കിൽ അതേ വർക്ക് നമ്മളിവിടെ ട്രൈ നോഡിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. 20,000 രൂപ ടീം ബോണസ് ആദ്യത്തെ IDയിൽ കിട്ടി,
U2 വന്നിട്ട് നമുക്ക് 10,000 രൂപ കിട്ടി. U3 വന്നിട്ട് 10,000 രൂപ കിട്ടി. അപ്പോൾ 20, 10, 30, 10, 40,000 രൂപ നമുക്ക് അവിടെ തന്നെ എന്ത് കിട്ടി? ടീം ബോണസ് കിട്ടി. നെക്സ്റ്റ് ITV വന്നിട്ട് നമ്മൾ ഒന്നാമത്തെ സൈറ്റിലേക്ക് 10,000 കിട്ടി, രണ്ടാമത്തേൽ 5,000 കിട്ടി, മൂന്നാമത്തിലേക്ക് 5,000 കിട്ടി. അപ്പോൾ ടോട്ടൽ വന്നിട്ട് 20,000 രൂപ ITVയും കിട്ടി. അപ്പോൾ 60,000 രൂപ അവിടെ ബെനിഫിറ്റ് വന്നു, മറ്റിടത്ത് നേരെ 30,000 രൂപ. ഇവിടെ ഒരേ എഫേർട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓൺലി തിങ് ഈസ് 3 ഐഡികൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം, അതിൽ 4 പേരെ നമ്മൾ സ്പോൺസർ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബിസിനസ് പ്ലാൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ഒരു 330 RP എടുത്തിട്ട്, അതായത് 110 PBയുടെ 3 സൈറ്റുകൾ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് 330 RP എന്ന് പറയുന്നത്. ഒരു 330 RPക്ക് ആവറേജ് വന്നിട്ട് ഒരു 40,000 റുപ്പീസിൻ്റെ പർച്ചേസിങ് വരും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 22.5 ലക്ഷം രൂപ ഒരു മാസം എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അവിടെയുണ്ട്. പിന്നെ സെക്കൻഡ് പ്ലാനിൽ വന്നിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ അത്ര കാശ് എടുക്കാനില്ല, തൽക്കാലം ചെറുത് വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലാൻ ബി ചെയ്യാം. പ്ലാൻ ബിയിലാകുമ്പോൾ 130, അതായത് 3 നോഡുകളും 10 RPയിൽ ചെയ്യാം, മേലത്തെ ഫസ്റ്റ് നോഡ് മാത്രം 100 RPയിൽ ചെയ്യാം. അപ്പോൾ 130 RP, അറൗണ്ട് ഒരു 17,500 രൂപയുടെ പ്രോഡക്റ്റ് വരും. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്കൊരു 10.5 ലക്ഷം രൂപ മാസം എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഈ നെക്സ്റ്റ് ഇപ്പോൾ തീരെ പേയ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പ്ലാൻ സിയിലേക്ക് പോകാം. 30 RP, അതായത് 10 RPയുടെ 3 നോഡുകൾ നമുക്ക് ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യാം. അറൗണ്ട് ഒരു 5,000 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് വരും. അവിടെ വന്നിട്ടൊരു 4.5 ലക്ഷം രൂപ നമുക്ക് എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്ലാൻ്റെ സ്ട്രാറ്റജി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് ഓക്സി ബിസിനസ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, പക്ഷേ ഇവിടെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്മാർട്ടി ഷോപ്പി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ PPT ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിട്ട് 10,000 രൂപ റെഡീമിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ മെമ്പേഴ്സിനും ഇതിലത്തേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സീറോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു 10,000 രൂപയുടെ പ്രോഫിറ്റോട് കൂടിയാണ് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു റിസ്ക് എന്ന് പറയാൻ ഒട്ടുമില്ല. ഇത് നമുക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഫാമിലി ബിസിനസ്സായിട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ടൈം ലിവറേജും അതുപോലെ തന്നെ പാസീവ് ഇൻകം. നമുക്കറിയാം ഇന്നിപ്പോൾ പാസീവ് ഇൻകം കിട്ടുന്ന വളരെ ചുരുക്കം ചില കാറ്റഗറി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് പാസീവ് ഇൻകം എന്ന് പറഞ്ഞ് ഏറ്റവും നന്നായിട്ട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാനാണ് നമ്മുടേത്. കാരണം റീപർച്ചേസിങ്ങിലേക്ക് ഒരു ചെറു വിരൽ പോലും അനക്കാതെ നമ്മളൊരു 100 കസ്റ്റമേഴ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പോലും ആ കസ്റ്റമേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ഭക്ഷണം കഴിക്കുന്ന അത്രയും കാലം, വസ്ത്രം ധരിക്കുന്ന അത്രയും കാലം, സോപ്പ് തേക്കുന്ന അത്രയും കാലം, അതായത് അവരും അവരുടെ കുടുംബാംഗങ്ങളും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം വിത്തൗട്ട് ആസ്കിങ്, വിത്തൗട്ട് എഡ്യൂക്കേറ്റിംഗ്, വി ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫ്രം റീപർച്ചേസിങ്. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള പാസീവ് ഇൻകം നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എൻജോയ് വിത്ത് മണി ആൻഡ് മണി വിത്ത് ടൈം. സമയവും അതുപോലെ തന്നെ പണവും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് MLM ഇൻഡസ്ട്രിയെക്കുറിച്ച്. എൻജോയ് ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എന്നുള്ളത് ഫാക്റ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ നോളജും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമിനേഷൻ ഫെസിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ കാലശേഷം വൈഫിനോ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും നമുക്കിത് കൊടുക്കാം. ഈ നോമിനേഷൻ ഫെസിലിറ്റിയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഇൻകം അവർക്ക് കിട്ടും എന്ന് മാത്രമല്ല, ഏതാണോ പൊസിഷൻ ആ പൊസിഷനിൽ എന്തൊക്കെയാണോ എലിജിബിലിറ്റി ആ എലിജിബിലിറ്റി മുഴുവനും അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിലേക്ക് വന്നു, ഒരു 4-5 വർഷം വർക്ക് ചെയ്തു, അവരൊരു 10ാമത്തെ റാങ്കിലേക്ക് എത്തി. ആ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ആ ബെനിഫിറ്റ് അത് അതേപോലെ ആ റാങ്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അക്യുമുലേറ്റ് ആയിട്ട് ഏത് റാങ്കിലേക്ക് അവർക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ ആൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഫെസിലിറ്റിയാണോ ഉണ്ടായിരുന്നത് ആ ഫെസിലിറ്റി എല്ലാം അയാളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നോമിനിക്കും ലഭ്യമാകും. ട്രാൻസ്ഫർ ടു ജനറേഷൻ, ശരിക്കും അടുത്ത തലമുറയിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് 3 ഐഡികൾ, ഒരു ID പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 3 ID നമുക്ക് ജനറേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ 100% റിട്ടേൺ പോളിസി നമ്മൾ പറയുന്നുണ്ട്. അത് എല്ലാ കമ്പനിയിലും കൃത്യമായിട്ട് അത് കൊടുക്കേണ്ടതാണ് നിയമപ്രകാരം, 30 days റിട്ടേൺ പോളിസി. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രീമിയം കസ്റ്റമേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് നമുക്ക് ഇൻകം റിലീസ് ചെയ്യുന്നത്. ബൈനറി സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ മൺഡേ മിഡ്നൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുധനാഴ്ച അതിൻ്റെ ഇൻകം കയറും. ദെൻ വ്യാഴാഴ്ച മിഡ്നൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച അതിൻ്റെ ഇൻകം കയറും. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്.
വെനസ്ഡേയും സാറ്റർഡേ അങ്ങനെയാണ് വരുന്നത്. 10% TDS ആൻഡ് ഫെസിലിറ്റേഷൻ ചാർജ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ മെമ്പർഷിപ്പ്. ഇപ്പോൾ യൂണിയൻ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ യൂണിയൻ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളുടെ ഇതിൽ എല്ലാ യൂണിയനുകളും കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട MMU-CITU എന്ന് പറയുന്നതിൻ്റെ യൂണിയൻ, അതുപോലെ തന്നെ നന്മ INTUCൻ്റെതാണ്, DMS VMSൻ്റെതാണ്, അതുപോലെ തന്നെ MMEF AITUCൻ്റെതാണ്, IMW എന്ന് പറയുന്നത് STUവിൻ്റെ സംഘടനയാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ട്രേഡ് യൂണിയനിലും അവരവരുടെ ചോയ്സ് അനുസരിച്ച് മെമ്പർഷിപ്പ് എടുത്ത് പോവാം എന്നുള്ളതാണ് പ്രത്യേകത. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ബിസിനസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വെദർ ഇസ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രി, ഇത് നമുക്ക് ഇനി വരുന്ന ജനതയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വ്യവസായമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് പോവുക. ഇവിടെ ശരിക്കും നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ വേണ്ടി സാധിക്കും, നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് മാത്രമല്ല, ഇന്ന് ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഇൻഡസ്ട്രിയാണ് നമ്മൾ കൈവച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇ-കൊമേഴ്സ് സെക്ടറിൻ്റെ ഏറ്റവും അപ്ഡേഷനായ സ്മാർട്ട് കൊമേഴ്സിലേക്ക് സ്മാർട്ട് ടീ ഷോപ്പ് എന്നുള്ളൊരു പ്രോജക്റ്റ്, അതുപോലെ തന്നെ നമുക്കറിയാം വെൽനസ്സിലെ ഏറ്റവും മുടിചൂടാമന്നായിക്കൊണ്ടിരിക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റ് നമ്മുടേതാണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിങ്. ഈ 3 ഇൻഡസ്ട്രിയും ഇന്ന് ലോകത്തിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും സാധ്യത നമ്മുടെ ഇന്ത്യയിലാണ്. നിയമപരമായ ഒരു പരീക്ഷ എല്ലാം കൂടി വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രോജക്റ്റ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആൻഡ് റാപ്പിഡ് ഗ്രോയിങ് ഇൻഡസ്ട്രികളിൽ 3 ഇൻഡസ്ട്രികളെ ഒരുമിച്ചാണ് നമ്മളിതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആക്സിലേറ്റ് ഗ്രോത്ത് തരുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ 3 സെക്ടറും വളരെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് വരും തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കുമോ? വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആൻസറും അത്രമാത്രം പവർഫുള്ളാണ്. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ശക്തമായ സംഭാവന നൽകാൻ സാധിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനാണ് നമ്മുടെ ഓക്സിയുടെ ബിസിനസ് പ്ലാൻ. സോ തീർച്ചയായിട്ടും ഈ പ്ലാൻ കൃത്യമായിട്ട് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കയറ്റുക, ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് കൂലങ്കഷമായിട്ട് ഒന്ന് ചിന്തിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മോറിൽ പോയിട്ട് ലീഗലിൽ പോയി കഴിഞ്ഞാൽ 18 ക്വസ്റ്റ്യനർ അവിടെ കാണാം. ആ 18 ക്വസ്റ്റ്യനറും ഏതൊരു ഓപ്പൺ കസ്റ്റമർക്കും അവിടെ എന്ത് ചെയ്യാം, അവർക്കത് സെർച്ച് ചെയ്യാം. കമ്പനിയുടെ TDS സർട്ടിഫിക്കറ്റ്സ്, ബാലൻസ് ഷീറ്റ് അടക്കം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. സോ തീർച്ചയായിട്ടും ഇത്രയും പവർഫുള്ളായിട്ടുള്ള കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ഇപ്പോൾ നിങ്ങൾക്കിതിങ്ങനെ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു റെക്കോർഡിങ്ങിലേക്ക് വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് പ്രസൻറ്റേഷൻ എല്ലാ ദിവസവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ നൈറ്റ് 9 o'clock ഇന്ത്യൻ ടൈം നമ്മളുടെ പ്രോഗ്രാമുകൾ സൂമിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് ആയിരിക്കും. ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ബിസിനസ് പ്രസൻറ്റേഷൻ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഹിന്ദി, തമിഴ് ആൻഡ് മലയാളം 3 ദിവസം. അതുകൂടാതെ ഒരു ദിവസം നമുക്ക് NDO ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നുള്ളൊരു സെഗ്മെൻറ്റിൽ വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് രാവിലെകളിൽ അപ്പോൾ നമ്മുടെ പ്രീമിയത്തിലേക്കൊക്കെ ആക്ടിവേറ്റ് ചെയ്തു വന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർണിംഗ് വൈബ് എന്നുള്ള രീതിയിൽ നമ്മളത് പോകുന്നുണ്ട്. അതിൽ വന്നിട്ട് മെഡിറ്റേഷൻ അടക്കം ഒരു 1 hour ക്ലാസ്സാണ് രാവിലെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലായിടത്തും എഫേർട്ട് ഇട്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ റിസൾട്ട് വരാനാകുമ്പോഴേക്ക് കമ്പനി ഇല്ലാത്ത പൊസിഷനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബട്ട് ഹിയർ ഇറ്റ് ഇസ് 101% സെക്യൂർ ആൻഡ് സേഫ്. ലോകത്തിലെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ വളരെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക, തീരുമാനം എടുക്കുക. തീരുമാനം യെസ് ആണെങ്കിൽ ഡോണ്ട് പോസ്റ്റ്പോൺ ഫോർ ടുമോറോ, ടേക്ക് ആക്ഷൻ ടുഡേ ഇറ്റ്സെൽഫ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.